ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രെയിൻ സൈക്കിൾ. ബ്രെയിൻ സൈക്കിൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ഇത് വെച്ചിട്ട് ഓടിക്കുകയാണ്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റും കൂടെയാണ്. ഈ ബ്രെയിൻ സൈക്കിൾ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചു പോയതാണ്. ഇത് അത്ര വലിയ പണിയൊന്നുമില്ല. ഇതുവരെ ചലഞ്ച് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. സീറ്റ് സൈക്കിൾ ക്ലബും ഗ്രീൻ കെയർ മിഷനും സംയോജിതമായി സംഘടിപ്പിക്കുന്ന ലൈഫ് സൈക്കിൾ 2019 എന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സൈക്കിൾ റാലി ആണ് ഇവിടെ ഫോർട്ട് കൊച്ചിയുടെ തീരങ്ങൾ എത്തിയിരിക്കുന്നത്. വളരെ നല്ലൊരു സായാഹ്നമാണ്, നല്ല ജനങ്ങളാണ്, നല്ല രീതിയിലുള്ള ഒരു വെൽക്കമിങ് ഇവിടെ നടത്തുകയുണ്ടായി. കോഴിക്കോട് വെച്ച് 27 ഫെബ്രുവരി 27 കളക്ടർ ശ്യാംപ്രസാദ് റാവു ഫ്ലാഗ് ഓഫ് ചെയ്ത ഞങ്ങളുടെ യാത്ര സൈക്കിൾ ഓണം എന്ന പേരിൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ആണ് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹരിത കേരള മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ, പിന്നെ ഇന്ത്യൻ റെയിൽവേ, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എന്നിവയുടെ സഹായ സഹകരണത്തോടു കൂടി ആണ് ഞങ്ങൾ യാത്ര സംഘടിപ്പിക്കുന്നത്. സിറ്റി സൈക്ലിംഗ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കൂട്ടായ്മകൾ നൽകുന്ന ആ ഒരു ഫലവത്തായിട്ടുള്ള ഘടകങ്ങൾ ഞങ്ങൾ പകർന്നു തന്നിട്ടുള്ള ക്ലബ്ബാണ്. ഞങ്ങളുടെ കൂട്ടായ്മയെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബ്. കോളേജ് ഓഫ് എഞ്ചിൻ ട്രിവാൻഡ്രമാണ് ആദ്യമായിട്ട് സൈക്ലിംഗ് കൂട്ടായ്മ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് കോളേജ് തുടക്കം കുറിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എൻവയോൺമെൻ്റലി ഫ്രജൈൽ ക്യാമ്പസ്. ഒരുപാട് മരങ്ങളും ഒരുപാട് ചെടികളും പക്ഷികളും അങ്ങനെ ഏറ്റവും നല്ലൊരു ക്യാമ്പസ് അന്തരീക്ഷം കേരളത്തിലുള്ളത് ഞങ്ങളുടെ ക്യാമ്പസിലാണ്. അപ്പോൾ ആ ക്യാമ്പസ് അന്തരീക്ഷത്തെ ഞങ്ങളെ മാറോട് ചേർത്തുകൊണ്ട് എല്ലായ്പ്പോഴും അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങളെ കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ശശി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുകയും ഒരുപാട് തുടർന്ന് ഇവൻറ്റുകൾ നടത്തുകയും ചെയ്തു. ഇവൻ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി അവയർനെസ് ക്യാമ്പയിൻസ്, ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടും, അല്ലാതെയും ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ്, പെട്രോൾ ഹൈക്കിനുമായിട്ടുള്ള ബന്ധപ്പെട്ട അവയർനെസ് ക്യാമ്പയിൻ, കീപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റൈഡുകൾ, പെഡൽ ടു പീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഉന്നയിച്ചുകൊണ്ടുള്ള ഒരുപാട് യാത്രകൾ, ഓട്ടിസം അവയർനെസ് റൈഡ്, ഓട്ടിസം എന്നൊരു ആ ഒരു അവസ്ഥയെ പറ്റിയിട്ട് ജനങ്ങൾക്ക് കൂടുതൽ അവയർ ആവാൻ വേണ്ടിയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ള റൈഡുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് റൈഡുകളുടെ കഥ ഞങ്ങൾക്ക് ഈ 2 വർഷത്തിനുള്ളിൽ പറയാനുണ്ട്. ഞങ്ങളിപ്പോൾ സീനിയർ വിദ്യാർത്ഥികളാണ്. ഞാനിപ്പോൾ സീനിയർ വിദ്യാർത്ഥിയാണ്. ഞങ്ങളെപ്പോലെ തന്നെ ജൂനിയേഴ്സിനും ഇങ്ങനൊരു ഈ ഒരു കൂട്ടായ്മ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത നല്ല വേണം പറയാം. ഇപ്പം എൻ്റെ കൂടെയുള്ള ലബീബ് ജൂനിയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവനടങ്ങുന്ന ഒരുപാട് നല്ല സംഘങ്ങൾ ഈ ഒരു സൈക്ലിംഗ് ക്ലബ്ബ് എന്ന ആശയത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അങ്ങനെ ഈ കേരളത്തിൽ ഉടനീളം പല കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും സൈക്ലിംഗ് കൂട്ടായ്മകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 27 ഞങ്ങൾ ഈ പരിപാടി നടക്കുമ്പോൾ കളക്ടർ ശ്യാംപ്രസാദ് റാവു പറഞ്ഞ അഭിപ്രായമുണ്ട്. വയനാട് ഈ കാട്ടുതീയുടെ ഭാഗമായിട്ട് ഒരു ഹെൽപ്പ് ചോദിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നത് സൈക്ലിംഗ് കൂട്ടായ്മകളാണെന്നാണ്. അതായത് ഞങ്ങൾ യുവാക്കൾ എന്ന് പറയുന്നത് എന്താ പറയുക, നിർജ്ജീവമായിട്ടുള്ള ആളുകളല്ല. ഈ ഫേസ്ബുക്ക് വാട്സാപ്പ് കൂട്ടായ്മകളൊപ്പം തന്നെ ഞങ്ങൾ ഈ പറയുന്ന സൈക്ലിംഗ് കൂട്ടായ്മകളോടെയും മറ്റും സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു യുവാക്കളാണെന്ന് കൂടി ഞാൻ കാണിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒട്ടുമിക്ക യുവാക്കളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ യാത്ര ഇറങ്ങുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കോളേജുകളിൽ സൈക്ലിംഗ് ക്ലബ്ബുകൾ ഉണ്ടാക്കുക. അതിന് ഹരിത കേരള മിഷൻ ഏറ്റവും കൂടുതൽ നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. ഹരിത കേരള മിഷൻ്റെ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട്, ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഹരിത ചട്ടം, നമ്മൾ ഒരുപാട് പരിപാടികൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ഹരിത രീതിയിൽ തന്നെ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ട് രീതിയിൽ തന്നെ അത് കണ്ടക്ട് ചെയ്യണമെന്ന ഉദ്ദേശത്തിന് പുറത്ത് കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിഷനാണ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ്റെ ഗ്രീൻ പ്രോട്ടോക്കോൾ ചട്ടത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഓരോ കോളേജുകളിലും സൈക്ലിംഗ് ക്ലബ്ബുകൾ ഉണ്ടാക്കുക. സൈക്ലിംഗ് ക്ലബ്ബുകൾ വഴി നമ്മുടെ എൻവയോൺമെൻറ്റിനെ, കേരളത്തിന് തനതായിട്ടുള്ള പ്രകൃതിയെ അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള പ്രവണത യുവാക്കളിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ ക്ലബ്ബുകൾ ഈ ഓരോ കോളേജുകളും പ്രൊമോട്ട് ചെയ്യാൻ കാരണം. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് NIT, GEC പാലക്കാട്, അതുപോലെ തന്നെ ഒരുപാട് കോളേജുകൾ, ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഞങ്ങൾ ഈ ആശയങ്ങൾ കേൾക്കുമ്പോൾ വളരെ എൻതൂസിയാസ്റ്റിക് ആവുന്നുണ്ട്. അപ്പോൾ അതന്നെ ഞങ്ങളുടെ റൈഡ് ഏറ്റവും സന്തോഷവും
ഞങ്ങൾ ഏറ്റവും വലിയ ആ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ പിന്നെ വേറൊരു ഞങ്ങൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ കേരളത്തിൽ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ, വിവാഹ പരിപാടികൾ, സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതൊക്കെ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തുക എന്നൊരു ഉദ്ദേശത്തിന്റെ പുറത്തും കൂടിയാണ് ഞങ്ങൾ ഈ റൈഡ് സംഘടിപ്പിക്കുന്നത്. ഈ റൈഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ക്ലബിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയവാഹിയായിട്ടുള്ള മുഹമ്മദ് മുസാദിഖ് അവന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ ചെയ്തെടുത്ത ഒരു സൈക്കിളാണ് ബ്രെയിൻ സൈക്കിളിനെ പറ്റിയിട്ട് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല വിവരണങ്ങളും തരാൻ മുസാദിഖിന് കഴിയും. ഞാൻ മുസാദിഖിലേക്ക് കിടക്കുകയാണ്. ഞാൻ മുസാദിഖ്. എൻ്റെ കൂടെ റൈഡ് ചെയ്യാനുണ്ട് നിയാസ് ഉണ്ട്, ഗോപികൃഷ്ണനുണ്ട്, ജസീം, ലബീബ്, പിന്നെ ഷിയാബുദ്ദീൻ ഉണ്ട്. ഞങ്ങൾ 21-ാം തീയതി കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിക്കുകയായിരുന്നു. സൈക്കിൾ റാലിൻ്റെ ഉദ്ദേശം യൂത്തിൻ്റെ ഇടയിൽ സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ആശയങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലും യൂത്തിൻ്റെ ഇടയിലും എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സൈക്കിൾ റാലി ഉദ്ദേശിച്ചത്. ഞങ്ങളെല്ലാവരും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് വരുന്നത്. അവിടുത്തെ CET സൈക്ലിംഗ് ക്ലബ്ബിലെ റൈഡേഴ്സാണ് ഞങ്ങളെല്ലാവരും. ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രെയിൻ സൈക്കിൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ CET സൈക്ലിംഗ് ക്ലബ്ബിൻ്റെ വർക്ക്ഷോപ്പിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ഉണ്ടാക്കിയെടുത്ത സൈക്കിളാണ്. ഇതിന് മെക്കാനിസം വലത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് തിരിയും, ഇടത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് തിരിയും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിസം. ഞങ്ങൾ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ഇത് വെച്ചിട്ട് ഓടിക്കുകയാണ്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റും കൂടെയാണ്. ഇത് വെച്ചിട്ട് 500 കിലോമീറ്റർ ഓടിക്കുക എന്നുള്ളത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് മൊത്തം ആർക്ക് വേണമെങ്കിലും 10 മീറ്റർ ഓടിച്ചാൽ 500 രൂപ തരാം എന്നുള്ള ചലഞ്ചും കൂടെ ഉണ്ട് ഇതിനോടൊപ്പം. ഇനി ബ്രെയിൻ സൈക്കിൾ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോളേജിലെ ടെക് ഫെസ്റ്റിന് CET സൈക്ലിംഗ് ക്ലബിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ അത് വഴിക്ക് ഞങ്ങൾ കുറച്ച് കുട്ടികളെ വർക്ക്ഷോപ്പിൽ പോയിട്ട് 2 ഗിയറിങ്ങും ഉള്ള ചെറിയ മെക്കാനിക്സാണിത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ അത് പഠിക്കൽ നിർബന്ധിതനായി. ആരെങ്കിലും ഒരാൾ പഠിക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെ പഠിച്ചു പോയതാണ്. ഇത് അത്ര വലിയ പണിയൊന്നുമില്ല. ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് കാലം നിന്നാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ചലഞ്ച് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ആർക്കും വേണമെങ്കിലും വന്നിട്ട് CET സൈക്ലിംഗ് ക്ലബിനെ കോൺടാക്ട് ചെയ്താൽ ഈ ചലഞ്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഈ ബ്രെയിൻ സൈക്കിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളെ ടെക് ഫെസ്റ്റ് ദൃഷ്ടിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഏകദേശം ഒരുപാട് കോളേജിലെ കുട്ടികൾ അവിടെ വരുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവരുടെ കോളേജിലോട് തന്നെ ബ്രെയിൻ സൈക്കിൾ ഷോക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് ചെയ്യുന്നത്, കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ. നമ്മുടെ ഈ സൈക്ലോളം എന്ന ഇവൻറ്റിന് CET സൈക്ലിംഗ് ക്ലബിൻ്റെ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സായിട്ട് കുറച്ച് പേര്, ബാക്കി എല്ലാവർക്കും കൂടിച്ചേരാൻ പറ്റില്ല, ക്ലാസ്സിൻ്റെ കുറച്ച് സീൻ ഉണ്ടായതുകൊണ്ട്. ഇപ്പോൾ ഷിയാബ് ഉണ്ട്, നിയാസ് ഉണ്ട്, ഗോപികൃഷ്ണൻ, ജസീം, ലബീബ്, അതുപോലെ നമ്മൾ കോഴിക്കോട് നിന്ന് തുടങ്ങിയിട്ട് ഓരോ കോളേജ് കണക്ട് ചെയ്തിട്ടാണ് ഈ ഇവൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കോളേജ് എത്തുമ്പോഴും അവിടുത്തെ റൈഡേഴ്സ് ഞങ്ങളെ ജോയിൻ ചെയ്തിട്ട് ഒരു 10-50 കിലോമീറ്റർ ഓടിക്കാൻ ഉണ്ടാവുന്നതാണ്. എൻ്റെ പേര് ലബീബ്. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ പഠിക്കുകയാണ്. സൈക്ലിങ്ങിന് ഇഷ്ടപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളൊരു ആശയം ആദ്യമായി ഞാൻ കാണുന്നത് കോളേജിലെത്തിയപ്പോഴാണ്. അങ്ങനെയാണ് എനിക്കും സൈക്ലിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു 9ാം ക്ലാസ് വരെയൊക്കെ ഞാനും സൈക്കിൾ ഓടിച്ചിരുന്നു. പക്ഷെ അത് ഒന്നുകൂടെ പ്രൊഫഷണലായി എയറോഡൈനാമിക്കലി മോഡിഫൈ ചെയ്ത റോഡ് ബൈക്ക് എന്ന പുതിയ സൈക്ലിംഗ് വഴി ഉപയോഗിക്കുന്നൊരു ആശയം കോളേജിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ലോങ് റൈഡ് എന്ന് വേണേൽ പറയാം. ഞാൻ പോയത് നിയാസ് ഖാൻ്റെ കൂടെ ശംഖുമുഖത്തേക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സിൽ ഒരുപാട് ആളുകൾ ഈ ക്ലബ്ബിൽ മെമ്പേഴ്സായിട്ടുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് നിയാസ്. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 4ാം വർഷ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അതിന് പുറമെ CET സൈക്ലിംഗ് ക്ലബ്ബ് ഞങ്ങളുടെ കോളേജിൽ തന്നെ ഏകദേശം ഇപ്പം 3 വർഷത്തോളമായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ്. അതിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പർ കൂടിയാണ്, അഭിമാനത്തോടെ പറയുന്നു.
ഞാൻ മാത്രമല്ല ഇവിടെയുള്ള ഇപ്പോൾ അധികം സീനിയേഴ്സും ഗോപി, മുസാദിക്ക്, ജസീമാലും ഞങ്ങളുടെ ഈ താല്പര്യമുള്ള എല്ലാവരും തുടങ്ങിയ സൈക്ലിംഗ് താല്പര്യമുള്ള എല്ലാവരും തുടങ്ങിയ ഒരു ക്ലബ്ബാണ് CT സൈക്കിൾ ക്ലബ്ബ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഗോപി ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ യാത്രകൾ ഏറ്റവും ലളിതമായി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഞാൻ തന്നെ പണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. യാത്രകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മലകൾ പോവുക, അങ്ങനെ ഒരുപാട് ദൂരയാത്രകൾ പോകുന്ന ആളായിരുന്നു. അങ്ങനെ നമ്മുടെ കോളേജിൽ വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ മുസാദിക്കിൻ്റെയും ഗോപിയുടെ നേരത്തെ ക്ലബ്ബ് തുടങ്ങിയ ശേഷം ഈ സൈക്കിളുകളും ഇങ്ങനെ ദൂരയാത്രകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ തരത്തിലുള്ള സൈക്കിളുകളും ഒരുപാട് ഇപ്പോൾ വിപണിയിലും കാര്യങ്ങളും അവൈലബിൾ ആണ് എന്നുള്ള അറിയുന്നത്. അങ്ങനെ സൈക്കിൾ എടുത്തു. പിന്നീട് എൻ്റെ ഏകദേശം യാത്രകളെല്ലാം പറ്റാവുന്ന എല്ലാ യാത്രകളും ഞാൻ സൈക്കിളിലാണ് ഉപയോഗിച്ചത്. എൻ്റെ സൈക്കിൾ ഇപ്പോൾ ഇതാണ് കാണുന്നുണ്ടാവും. പറഞ്ഞ കോളേജിലേക്ക് പോകുന്നതും ഏകദേശം ഞാൻ 2 തവണയായിട്ട് എൻ്റെ വീട് മലപ്പുറത്തും കോളേജ് തിരുവനന്തപുരത്താണ്. 2-3 തവണ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ടും തിരിച്ചും സൈക്കിളിൽ തന്നെ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 25 മണിക്കൂറോളം റൈഡ് ചെയ്തിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അതിന് പുറമെ തന്നെ നമ്മുടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ചെന്നൈയിലോട്ട്, അതാണ് ഏറ്റവും ലോങ് റൈഡ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ടു ചെന്നൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോവ റൈഡ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ലോങ് റൈഡും പോയിട്ടുണ്ട്. പിന്നെ പ്രകൃതി ആസ്വദിക്കാനാണെങ്കിൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് നല്ല ഹൈറ്റുള്ള പൊന്മുടി, പിന്നെ നാട്ടിൽ വയനാട്, ഊട്ടി, ഉയരങ്ങൾ, ഇങ്ങനെ റൈഡിന് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെയ്യുമ്പോൾ. കാരണം വെച്ചാൽ അത്രയും സിമ്പിളാണ് ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഗതി ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴികൾ ഏറ്റവും കല്ലും മുള്ളും നിറഞ്ഞാന്നറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചാൽ ഏറ്റവും പ്രയാസപ്പെട്ട് ഈ ക്ലൈംബൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും ഒരുപാട്. ഈ ക്ലൈംബൊക്കെ ചെയ്തതിനു ശേഷം ഉയരത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അത് വേറൊരു ഫീലാണ്. അതുകൊണ്ടാണ് എന്നെ യാത്രയിൽ അഡിക്റ്റ് ആയി തന്നെ സൈക്ലിംഗ് കൊണ്ടുള്ള യാത്രയിൽ അഡിക്റ്റ് ആക്കി മാറ്റിയതാണ് ഈ സൈക്കിൾ തന്നെ. എൻ്റെ സൈക്കിളിന് ഞാൻ പേര് വിളിക്കുന്നത് തന്നെ ജിന്നി എന്നാണ്. കാരണം എന്ന് വെച്ചാൽ പണ്ട് ആദ്യം ഒരു പൊന്മുടി റൈഡ് വരുന്നു. ഒരുപാട് ഏകദേശം ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത തുടക്കത്തിൽ അന്ന് ഞങ്ങളുടെ ഒരു കൂടെ ഉണ്ടായിരുന്ന മുഫിൽ എഴുതിയിരുന്നു, ഒരു വാക്ക് എഴുതിയിരുന്നു, ഞങ്ങൾ പൊന്മുടി കയറിയത് ആക്സിലേറ്റർ കൊടുത്താൽ തീ ചുറ്റുന്ന ഷെയ്ത്താൻ്റെ പുറത്തല്ല, ചവിട്ടിയാൽ മാത്രം നീങ്ങുന്ന ജിന്നിൻ്റെ പുറത്താണ്. ആ ഒരു വാക്കിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ സൈക്കിളിന് ജിന്നി എന്ന് പേരിട്ടത്. കാരണം നമ്മൾ എവിടെ വിചാരിച്ചാലും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രകൃതിക്കോ അതോ എനിക്ക് ഒരിക്കലും ദോഷമായിട്ടില്ല. എനിക്ക് എൻ്റെ ബോഡിക്കാണെന്നുണ്ടെങ്കിലും മനസ്സിനായിട്ടും എപ്പോഴും സുഖം മാത്രമേ എൻ്റെ സൈക്കിൾ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും പ്രൊമോട്ട് ചെയ്യും. സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സംഗതി. ഇനി പ്ലാൻ ചെയ്യുന്ന റൈഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്കൊരു ഇന്ത്യ എന്തായാലും കോഴ്സൊക്കെ കഴിഞ്ഞ ശേഷം പലരും ബോണി ചേട്ടൻ്റെ പോലെ ടോണി ചേട്ടൻ്റെ പോലെ ഒരു ഇൻസ്പയർ ആയിട്ടുകൊണ്ട് തന്നെ ഒരു ഓൾ ഇന്ത്യ റൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോകം ചുറ്റണമെന്നുണ്ട് ആഗ്രഹങ്ങൾ. അതിന് പുറമെ ഇപ്പോൾ ഈ ഒരു 2 വർഷം കൊണ്ട് തന്നെ കാണാവുന്ന കാഴ്ചകളാണ്. നമ്മുടെ ട്രെൻഡ് ഒരു കേരളത്തിൽ തന്നെ ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ തന്നെ കേരളത്തിൽ ഈ സൈക്ലിംഗ് ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ റൈഡ് കഴിഞ്ഞ് വന്നപ്പം കേരളത്തിൻ്റെ ഏകദേശം വടക്ക് ഭാഗം മുതൽ തെക്ക് ഭാഗം മുതൽ യാത്ര തന്നെ. അപ്പം ഒരുപാട് 2 വർഷം മുന്നേ റൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതേപോലെ അവിടുന്ന് മാറ്റം മറിച്ച് ഒരുപാട് പേര് ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ക്ലബ്ബുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പണ്ട് അതിനേക്കാളും ഒരുപാട് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ജില്ലകളിൽ തന്നെ 5-6 ക്ലബ്ബുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സൈക്ലിംഗ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ് നമ്മുടെ പ്രകൃതിക്കാണെങ്കിൽ തന്നെ. ഇപ്പം നമുക്കറിയാം ഞങ്ങളിപ്പോൾ സീനിയേഴ്സാണ്. അപ്പം ഈ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്തായാലും ഒരിക്കലും മാഞ്ഞു പോകില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം എന്തെങ്കിലും ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൽ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇപ്പോൾ കോളേജിൽ 4 വർഷം ഞങ്ങൾ പിരിഞ്ഞു പോകും. അപ്പം ഞങ്ങൾ ഇത് നഷ്ടപ്പെട്ടു പോയി ക്ലബ്ബ് ഇല്ലാതാവുമോ എന്നുള്ള ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംശയം തന്നെയില്ല. കാരണം ഇപ്പോൾ കയറി വരുന്ന ഓരോ ജൂനിയേഴ്സിനും ഈ ക്ലബ്ബിനോട് കൂടി ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനും യാത്രകൾ ചെയ്യാനും വളരെ താല്പര്യപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ കൂടെ റൈഡ് വന്ന ഈ ലബീബ് എന്ന് പറഞ്ഞാൽ. അവൻ ഫസ്റ്റ് ഇയർ ആണ് മെക്കാനിക്കൽ സ്റ്റുഡൻറ്റ്. ഇവനെ പുറമെ ഇവനിപ്പം വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കുട്ടികൾ ഇവനെ പോലെ നമ്മുടെ കോളേജിലുണ്ട്. പല വർഷങ്ങളാലും ഇപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് വരാൻ പറ്റാത്തതുണ്ട്. അപ്പം ഇനി അങ്ങനെ സംശയമില്ല. അപ്പം നമ്മുടെ ഒരിക്കലും സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇനിയുള്ളൊരു സമൂഹം എന്തായാലും ഈ ഒരു സംഗതി മുന്നോട്ട് കൊണ്ടുപോകും. സൈക്ലിംഗ് എന്നുള്ളത് നല്ലൊരു ട്രെൻഡിങ് ആയി ഇനിയും കൂടുതൽ ആൾക്കാർ സൈക്കിൾ എടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു.